ആലുവയിലെ റെയിൽവേ റൂഫിന് മുകളിൽ കയറിയിരുന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ താഴെ ഇറക്കി. പശ്ചിമ ബംഗാളിലെ ജൽപായ്പുരി സ്വദേശി കൈലാഷ് റായി ആണ്. ഇദ്ദേഹത്തിന് 35 വയസ്സ് പ്രായമുണ്ട്. ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് റെയിൽവേ പോലീസ് ഫോഴ്സ് സംശയിക്കുന്നുണ്ട്. നമുക്കൊപ്പം ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് ലാൽകൃഷ്ണൻ ചേരുകയാണ്. ലാൽകൃഷ്ണൻ താഴെ ഇറങ്ങി അല്ലേ? നന്നായി. ഇങ്ങനെ ഓരോ ആളുകൾ നേരം പോലും മുമ്പ് ഇങ്ങനെ റൂപിൻ്റെ മണ്ടേ കയറുന്ന നമ്മുടെ സമാധാനമല്ലേ പോവുക? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഒരു നാടിൻ്റെ മൊത്തം സമാധാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് റെയിൽവേ ഗതാഗതത്തെ പൂർണ്ണമായും ബാധിക്കുന്ന രീതിയിലാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മളിപ്പോൾ നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഏകദേശം മുകൾ ഭാഗത്താണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്ലാറ്റ്ഫോം വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് ഇയാൾ കയറിയത്. അതായത് ആ കാണുന്ന വരിപ്പ്, ആ ഭാഗത്തുകൂടി അയാൾ നടന്നു വന്നിട്ട് അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എസ്കലേറ്റർ വരുന്നതിൻ്റെ അവിടെയുള്ളൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിലൂടെ നൂലിന് താഴത്തേക്ക് ഇറങ്ങി നേരെ അങ്ങ് അറ്റത്തേക്ക് പോവുകയായിരുന്നു. അതായത് ഈ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വഴിയിലേക്ക് അങ്ങ് അറ്റത്ത് പോയി നിൽക്കുകയായിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് അയാൾ ഉറക്കെ ബഹളം വെക്കുന്നതും താഴേക്ക് ചാടുമെന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. ആ സമയത്ത് ഏകദേശം ഒരു 6-6:15 ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ RPF തന്നെ പറയുന്നത്. പെട്ടെന്ന് തന്നെ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഈ വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചു. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ അയാൾ ലൈനിലേക്ക് എടുത്ത് ചാടുകയോ ലൈനിൽ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായൊരു അപകടം കണക്കിൽ കണ്ടുകൊണ്ടാണ് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു, പോലീസിനെ വിവരം അറിയിക്കുന്നു. ആളുകൾ തടിച്ചു കൂടുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം, അതായത് അഥവാ അയാളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്, അയാൾ കാണിക്കുന്ന വിഭ്രാന്തി എല്ലാം കണ്ട് ഇനി അയാൾ പോലീസോ മറ്റോ അടുത്തേക്ക് എത്തുമ്പോൾ ചാടിക്കയറി പിടിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് ആരും ആദ്യഘട്ടത്തിൽ അടുത്തേക്ക് പോയില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അവർക്കും ഈ ദൗത്യം ശ്രമകരമാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് RPFൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ, അതായത് SI മണികണ്ഠൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഇറങ്ങിയായിരുന്നു. അതിലൂടെ തന്നെ നൂലിന്നിറങ്ങി അവരാണ് അനുനയിപ്പിച്ച് ഇയാളെ പിടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത്. പോരുന്ന സമയത്താണ് ഇയാൾ ഈ രീതിയിലുള്ള പല പരാക്രമങ്ങളും പല കാര്യങ്ങളും പറയുന്നുണ്ട്. RPFകാർ സംസാരിച്ചിടത്തോളം വെച്ചുള്ള അയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല. വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്, ആധാർ കാർഡും മറ്റു കാര്യങ്ങളുമുണ്ട്. അതിൻ്റെയും ആധികാരികതയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും 1 മണിക്കൂർ നേരം ഈ ആലുവ റൂട്ടിലുള്ള ഗതാഗതം പൂർണ്ണമായും നിശ്ചലമാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 3ാമത്തെ ട്രാക്കിലൂടെ ഇപ്പോൾ ട്രെയിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് പരിഭ്രാന്തരല്ലാതെ ട്രെയിനിൽ പോകാൻ പറ്റും. പക്ഷേ 1 മണിക്കൂറോളം ഈ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ച് ആലുവ റെയിൽവേ സ്റ്റേഷനെ പൂർണ്ണമായി സ്തംഭിപ്പിച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവിനെയാണ് നിലവിൽ RPF സംഘം പിടികൂടിയിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും കൊണ്ടുപോകുന്നുണ്ട്. ഇതോടൊപ്പം പോലീസിന് കൈമാറി തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്ന കാര്യം കൂടിയാണ് നിലവിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.